ഒരു വിഭാഗം സംസ്ഥാന സർക്കാർ ജീവനക്കാർ പ്രഖ്യാപിച്ച പണിമുടക്ക് സമരം പൊളിഞ്ഞു. ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളിലും 90%-ലധികം ജീവനക്കാരും ജോലിക്ക് ഹാജരായി. പണിമുടക്ക് സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന വിമർശനം ശരിവെക്കുന്നതാണ് ജീവനക്കാരുടെ ഹാജർനില. സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പ് അവഗണിച്ചാണ് ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്ക് സമരം നടത്തിയത്. എന്നാൽ ഭൂരിഭാഗം ജീവനക്കാർ സമരത്തെ പൂർണ്ണമായും തള്ളി. പണിമുടക്ക് തള്ളിയ ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ഓഫീസ് പ്രവർത്തനങ്ങളെയും പണിമുടക്ക് ബാധിച്ചില്ല. ഇന്ന് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് ജീവനക്കാരെ എല്ലായിടത്തും തള്ളിക്കളയുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. എല്ലാ ഓഫീസിലും പൂർണ്ണമായ ഹാജരോടുകൂടിയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിന് കാരണം ഈ സർക്കാരിലും മുഖ്യമന്ത്രിയിലും ജീവനക്കാർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് വെറുതെ പറയൽ മാത്രമല്ല, 2021 കോവിഡ് കാലത്ത് ഈ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. അന്ന് കേന്ദ്രം കൊടുക്കാതിരുന്ന DA കൂടി കൊടുത്ത സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് പൂർണ്ണമായും ജീവനക്കാർക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം തെളിയിക്കുന്ന തരത്തിലാണ് ഇന്ന് ജീവനക്കാരെല്ലാവരും ഓഫീസിൽ ഹാജർ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഹാജർ നിലയിൽ കുറവില്ല. 74% ജീവനക്കാരും ഹാജരായി. മറ്റു ഓഫീസുകളിലും ഇന്നലത്തേതിന് സമാനമായ ഹാജർ നിലയാണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് LP സ്കൂൾ സീനിയർ അധ്യാപിക സ്കൂൾ പൂട്ടി സമരത്തിന് പോയതായി പരാതി ഉയർന്നു. തുടർന്ന് AO എത്തി സ്കൂൾ തുറന്നു. സ്കൂൾ അടച്ചിട്ടതുമായി ബന്ധപ്പെട്ട സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി V. ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കൊല്ലം ജില്ലയിലെ ജീവനക്കാരും സമരത്തോട് മുഖം തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഭൂരിഭാഗം ജീവനക്കാരും ജില്ലയിൽ ജോലിക്കെത്തി. പത്തനംതിട്ട കളക്ടറേറ്റിൽ ജോലിക്ക് ഹാജരാകാൻ എത്തിയവരെ സമരാനുകൂലികൾ തടയാൻ ശ്രമിച്ചത് സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിൽ ട്രഷറി അടക്കം എല്ലാ മേഖലകളിലും 80%-ഓളം ജീവനക്കാർ എത്തി. ജില്ലാ താലൂക്ക് ഓഫീസുകളും സ്കൂളുകളും സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. എറണാകുളം കളക്ടറേറ്റിൽ 75%-ന് മുകളിൽ ഹാജർ രേഖപ്പെടുത്തി. ഓഫീസിന്റെ പ്രവർത്തനം സാധാരണഗതിയിൽ നടന്നു. കോട്ടയം കളക്ടറേറ്റിൽ ജോലിക്ക് ഹാജരായ ജീവനക്കാരുടെ പ്രകടനം നടന്നു. NGO യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രകടനം സംഘടിപ്പിച്ചത്. ഇടുക്കിയിലും ഭൂരിഭാഗം ജീവനക്കാരും ഹാജർ രേഖപ്പെടുത്തി. തൃശൂരിൽ സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. വടക്കൻ ജില്ലകളിലെ ജീവനക്കാരും പണിമുടക്കിനെ പാടെ തള്ളി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഭൂരിഭാഗം ജീവനക്കാരും ജോലിക്കെത്തി. പണിമുടക്കിനോട് ജീവനക്കാർ സഹകരിക്കുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഓഫീസുകളുടെ ഹാജർ നില. അതേസമയം അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നാൽ ഡേയ്സോണായി കണക്കാക്കുമെന്ന് ഉത്തരവുണ്ട്. കോൺഗ്രസ് അനുകൂല സംഘടനകളും CPI ആഭിമുഖ്യത്തിലുള്ള ജോയിന്റ് കൗൺസിൽ സംഘടനയുമാണ് സമരം നടത്തിയത്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും DA ഉൾപ്പെടെയുള്ളവ കൊടുത്തു തീർക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടും ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.